Good evening. Now, today we are going to discuss the very important portion of this chapter, that is transistor. ആദ്യം ഞാൻ അതെന്താന്ന് പറഞ്ഞു വന്നിട്ട് ബാക്കി പറഞ്ഞുതരാം. ന്യൂ ഷെയർ വൈറ്റ് ബോർഡ്. വൈറ്റ് ബോർഡ് കാണാവോ? നമ്മളുടെ ഹെഡിങ് ഇതാണ്, ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്റർ ഈസ് എ സെമി കണ്ടക്ടർ ഡിവൈസ്. നമ്മൾ പറഞ്ഞ പോലെ സിലിക്കൺ, ജെർമേനിയം, അല്ലെങ്കിൽ അതിനകത്തോട്ട് ആഴ്സനിക് ആൻറ്റിമണി ഒക്കെ ഡോപ്പ് ചെയ്തത്, അല്ലെങ്കിൽ അലുമിനിയം ഗാലിയം ഇന്ത്യൻ ഡോപ്പ് ചെയ്ത പി ടൈപ്പ് അല്ലെ എൻ ടൈപ്പ്, അങ്ങനെയുള്ള ഒരു സെമി കണ്ടക്ടർ ജംഗ്ഷനാണ്. അത് സെമി കണ്ടക്ടർ ജംഗ്ഷൻ or it is a semiconductor device which transfer a weak signal from low resistance circuit to a high resistance circuit. എന്താണ് അതിൻ്റെ ഉപയോഗം? which used to transfer a weak signal. അതാണ് ഇതിൻ്റെ ആദ്യ വേറൊരു ആപ്ലിക്കേഷൻ. നമ്മൾ ആംപ്ലിഫയർ പഠിക്കുക, അപ്പോൾ പറഞ്ഞുതരാം. ഒരു വീക്ക് സിഗ്നലിനെ which transfer a weak signal from low resistance circuit to a high resistance circuit. അപ്പം ഇതാണ് ഇത് ചെയ്യുന്നത്. അതായത് ഒരു സിഗ്നൽ നമുക്കുണ്ട്, അല്ലെങ്കിൽ അതിനെ നമുക്കൊന്ന് ആംപ്ലിഫൈ ചെയ്തെടുക്കണം. അപ്പം ആ ആംപ്ലിഫൈ ചെയ്തെടുക്കേണ്ട സിഗ്നലിനെ നമ്മളൊരു ട്രാൻസിസ്റ്ററുമായി ഘടിപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്കൊരു ആംപ്ലിഫൈഡ് സിഗ്നൽ കിട്ടും. പിന്നെ രണ്ടാമതൊരു ടേം ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് എ ലോ റെസിസ്റ്റൻറ്റ് റീജിയനിൽ നിന്ന് ഹൈ റെസിസ്റ്റൻറ്റ് റീജിയനിലേക്ക് പോകുമ്പോൾ ആംപ്ലിഫൈ നടക്കും. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മളുടെ ഒരു ട്രാൻസിസ്റ്റർ പറയുകയാണ്. ആക്ച്വലി ട്രാൻസിസ്റ്റർ വിച്ച് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടു ടൈപ്സ്. The first one is NPN. This is NPN. This is a emitter region. കുറച്ചിങ്ങ് മാറ്റി വെച്ചു കേട്ടോ ഞാൻ. This is a base region. This is a collector region. എന്തിനായിരിക്കാം ഞാൻ എമിറ്റർ റീജിയന്റെ വീതി കൂട്ടി വരച്ചത്? This is emitter. This is base. This is collector. So, if it is NPN transistor and if it is PNP transistor, the heavily doped region, ഏറ്റവും കൂടുതൽ ഡോപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന റീജിയൻ ഏതാണ്? ആദ്യത്തെ റീജിയൻ അല്ലെങ്കിൽ എമിറ്റർ റീജിയൻ. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്. ഇങ്ങനെ ഒരു പടം തന്നിട്ട് സ്റ്റേറ്റ് സിലബസ് ചോദിക്കാറുണ്ട്, ഇതിന് ഏതിനാണ് ഏറ്റവും കൂടുതൽ ഡോപ്പിംഗ്. അവിടെ മുതലേ ഓപ്ഷൻ ചോദിക്കുന്ന കുഞ്ഞു കുഞ്ഞു ചോദ്യം വരും. പക്ഷെ CBSEക്ക് ഡയറക്റ്റ് ഇതിൻ്റെ ഫുൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ, VI ക്യാരക്ടറിസ്റ്റിക്സ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ഇൻപുട്ട് റെസിസ്റ്റൻസ്, ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ, ഇത്രയും ചോദിക്കുന്ന ഒരു വലിയ എസ്സേയാണ്. ഇപ്പം രണ്ടുപേർക്കും ഉപകാരപ്പെടുന്ന പോലെ കുഞ്ഞു കുഞ്ഞു കാര്യമായിട്ട് ഞാൻ പറയുന്നുള്ളൂ. അപ്പം NPN, ദിസ് ഈസ് PNP. അവിടെയാണെങ്കിലും എന്തായിരിക്കണം? എമിറ്റർ ആണ് ദ ഹെവിലി ഡോപ്ഡ് റീജിയൻ. അതെനിക്ക് പറയാനേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീതി ഇച്ചിരി കൂട്ടി വരച്ചത്. ദിസ് ഈസ് കളക്ടർ റീജിയൻ, ദിസ് ഈസ് base region. Again it is emitter, base, collector. Now the next case is the symbolical representation. എങ്ങനെ ഇതിനെ സിമ്പിൾ ആയിട്ട് വരയ്ക്കും? അടുത്ത ചോദ്യം വരുന്നതാണ്. ഒരു സർക്കിള്,
ഇവിടെ ഒരു സർക്കിള്. ബേസ് ഈസ് കോമൺ. ഇവിടെ നോക്കിയേ, ബേസ് എമിറ്റർ ആയിട്ടും കളക്ടർ ആയിട്ടും കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ജോയിന്റ് ആണ്. സോ ബേസ് ഈസ് കോമൺ. സോ ദിസ് ഈസ് ദ ബേസ്. ഹിയർ ഓൾസോ ദിസ് ഈസ് ദ ബേസ് റീജിയൻ. ഇനി നമ്മളുടെ കറണ്ടിന്റെ ഇൻപുട്ട് നമ്മളുടെ ട്രാൻസിസ്റ്ററിലേക്ക് വരുന്നു. അത് കാണിക്കാൻ വേണ്ടി കറണ്ട് ഇവിടെ വരുന്നു. ഇതിലേക്ക് എമിറ്റർ വരച്ചു. ഇവിടുന്ന് കളക്ടർ എടുത്തു. കളക്ടറിന്റെ ഔട്ട്പുട്ട് ഇങ്ങോട്ട് വരച്ചു. ഇവിടെയും സെയിം വേ എമിറ്ററിലേക്ക് നമ്മളുടെ ഇൻപുട്ട് അല്ലെങ്കിൽ വോൾട്ടേജ് കൊടുക്കുമ്പം ഇലക്ട്രോൺ ആണ് ഏതാണോ അവിടുത്തെ മജോറിറ്റി ചാർജ് കാരിയർ അത് വരുന്നു. ബേസ് ഈസ് കോമൺ. ഔട്ട്പുട്ട് നമ്മളുടെ കളക്ടർ കറണ്ട് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടും. ദ ഡിഫറൻസ് ഈസ് ദാറ്റ് സിംബോളിക് റെപ്രസെന്റേഷനിൽ എൻ പി എന്നിന് നമ്മൾ ആരോ വരയ്ക്കുന്നത് ഔട്ട്വേർഡ് ഡയറക്ഷനിലും പി എൻ ബിയിൽ നമ്മൾ ആരോ വരയ്ക്കുന്നത് ഇൻവേർഡ് ഡയറക്ഷൻ. ഞാൻ കഴിഞ്ഞ ദിവസം മീട്ടുവിനൊരു കാര്യം പറഞ്ഞു വന്നായിരുന്നു. ഇവിടെ ഞാനൊരു ചുമ്മാ ഒരു എക്സാമ്പിൾ എഴുതുവാണ്. പാവം നല്ല പയ്യൻ എഴുതി. ഓർത്തിരിക്കാനാണ്. അതും സയൻസും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല. പി എൻ പി, പാവം ഒരു നല്ല പയ്യനാണെങ്കിൽ ഹീസ് അക്സെപ്റ്റബിൾ അറ്റ് എനി സിറ്റുവേഷൻ ഓർ എനി ഫാം. എവിടെയാണേലും അദ്ദേഹം അംഗീകരിക്കപ്പെടും. അല്ലെങ്കിൽ അതിൻ്റെ ആരോ ഇൻവേർഡ് ആണെന്നും എൻ ബി എന്നിൻ്റെ ആരോ ഔട്ട്വേർഡ് ആണെന്നും ഓർക്കുക. ഇൻ വിച്ച് നമ്മൾ പറഞ്ഞ പോലെ എമിറ്റർ ഈസ് ഹെവിലി ഡോപ്ഡ്, എമിറ്റർ കഴിഞ്ഞാൽ പിന്നെ ഡോപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കളക്ടറാണ്. അതിലും കുറവാണ് ബേസിന്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. എമിറ്റർ ഈസ് ഹെവിലി ഡോപ്ഡ്, അതിനേക്കാളും കുറവായിരിക്കും കളക്ടർ, അതിനേക്കാളും കുറവായിരിക്കും ബേസ്. This is actually the fundamental or the basic introduction for a transistor. It is actually a semiconductor device which transfer a weak signal from a low resistance circuit to a high resistance circuit. ട്രാൻസിസ്റ്റർ ഇതാണ് പറഞ്ഞത്. ട്രാൻസിസ്റ്റർ ട്രാൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുക, അതാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞത്. ട്രാൻസ്ഫർ ചെയ്യുന്നു. എവിടുന്ന് എങ്ങോട്ട്? ലോ റെസിസ്റ്ററിലേക്ക്. അതിങ്ങനെയാണ് പറയണത്. ലോ റെസിസ്റ്ററിൽ നിന്ന് ഹൈ റെസിസ്റ്ററിലേക്ക് ഒരു സിഗ്നലിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഒരു ട്രാൻസിസ്റ്റർ. which are classified into two, NPN and PNP. In both cases, emitter is heavily doped. The next one is collector and less doped in the case of base. In both cases, base is common. So in this case, we can say it as common base amplifier. Common base amplifier or common base transistor. Here also, base is common to emitter and also common to collector. So it is always be known as common base transistor. But the difference is that in the case of N-type transistor or NPN transistor, here the electrons are the majority charge carriers in the emitter region. Here, the holes are the majority carriers in the emitter region. So, now this is p-type, so holes is present here, and also this is N. If here we have 1, 2, 3, 4, collector is less doped to than emitter, so we can just draw 3 ones or less than to emitter. So in this diagram gives all the ideas. Emitter is heavily doped 1, 2, 3, 4, 5, 6, 7, 8.
8 free electrons is present in the case of emitter, then only 6 electrons is present in the case of collector. And P is a region, that is in the case of a majority charge carriers is holes here. Here 1, 2, 3, 4, 5, 6 in emitter, then only 1, 2, 3, 4, 5, 6. Only 6 holes are present in the collector region. And also less than to that. Only 4 electrons are present in the base region. Actually, this is the basic and distinguishing of the transistor based upon the doping and classified into 2 types, NPN and PNP transistor. Here the majority charge carriers is electrons. Here the majority charge carriers are holes. Clearly? നമുക്ക് ഇതിന്റെ വർക്കിംഗ് നോക്കാം. ഓക്കെ, ഇപ്പം 2 കാര്യം വളരെ ശ്രദ്ധിക്കണം. ഇതാണ് നമ്മളുടെ NPN ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇങ്ങോട്ട് നമ്മളുടെ കണക്ഷൻ വന്ന്, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഒരു ബയാസിങ് കൊടുക്കും. കോമൺ ആയിട്ട് ബേസിൽ നിന്നൊരു കണക്ഷൻ ഇങ്ങോട്ട് വരും. ഇനി പറയുന്ന പോലെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരെണ്ണം വേണം. അവിടെ നമുക്കൊരു ബാറ്ററി കൊടുക്കണം. തിരിച്ചിങ്ങോട്ട് മിച്ചം പോവും. ആ ബാറ്ററി കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഇതിലെ ഇവിടെ എത്തും. ഇനി ബാറ്ററി കൊടുക്കുമ്പം ശ്രദ്ധിക്കണം, ഈ ജംഗ്ഷൻ എമിറ്റർ ബേസ് അല്ലേ? അപ്പൊ ഈ ജംഗ്ഷനെ വിളിക്കുന്ന പേര് എമിറ്റർ ബേസ് ജംഗ്ഷൻ. ഇതാണ് എമിറ്റർ ബേസ് ജംഗ്ഷൻ. കേൾക്കാവോ മീട്ടു? ഹലോ, ദിസ് ഈസ് എമിറ്റർ ബേസ് ജംഗ്ഷൻ. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഇൻ ഫോർവേഡ് ബയാസ്. അപ്പൊ ഇത് ഫോർവേഡ് ബയാസിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏത് ബാറ്ററി കൊടുക്കണം? പോസിറ്റീവ് കൊടുക്കണോ നെഗറ്റീവ് കൊടുക്കണോ? പോസിറ്റീവ്. എടോ, പോസിറ്റീവ് കൊടുത്താൽ ഇങ്ങ് വലിച്ചിറക്കുള്ളേ ഉള്ളൂ. അപ്പൊ ഫോർവേഡ് ആവുമോ? നെഗറ്റീവ് കൊടുക്കണം. ഞാൻ ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും എന്നാന്ന് കൃത്യം പഠിപ്പിച്ചാട്ടോ, കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. അപ്പൊ ശരിയല്ലേ, ഇവിടുന്ന് ഈ ഇലക്ട്രോൺ എന്നാ പറ്റും? ഇങ്ങോട്ട് തള്ളി വിടും അല്ലേ? ശരിയല്ലേ? ഇലക്ട്രോണിനെ ഇവിടുന്ന് മുകളിലേക്ക് ഇതാ ഇലക്ട്രോൺ എങ്ങനെയാണ് തള്ളി വിടുന്നതെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രോൺ. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അല്ലെങ്കിൽ IE നന്നായിട്ട് പഠിച്ചാൽ വളരെ എളുപ്പമാണ്. കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഇതാ ഇങ്ങോട്ട് ഒഴുകും. കിട്ടിയല്ലോ? മനസ്സിലായല്ലോ? ഇനി ഈ വശം എന്നാ ചെയ്യുന്ന ചോദിച്ചാല് റിവേഴ്സ് ബയാസിലാക്കും. അപ്പൊ എങ്ങനെയായിരിക്കും? ഇവിടെ ഏത് കൊടുക്കണം? പോസിറ്റീവ് ഈ സൈഡിൽ കൊടുക്കണം. എന്നാലേ ഇങ്ങോട്ട് വലിച്ചിറക്കുള്ളൂ. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് ഇവിടെ കൊടുക്കുന്നതിനേക്കാൾ കൂടിയ ബാറ്ററി ഇവിടെ കൊടുക്കണം. വെച്ചാൽ അവസാനം നമുക്ക് ഇതിലെ വരുന്ന എല്ലാ ഇലക്ട്രോണുകളെയും വലിച്ചെടുക്കണം. അപ്പൊ അവിടെ ഒരു ബാറ്ററി വരച്ചാൽ മിനിമം ഇവിടെ 2 or 3 വരയ്ക്കണം കേട്ടോ. ആദ്യത്തെ വ്യത്യാസം മനസ്സിലായോ? ദ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയാസ് ആൻഡ് ബേസ് കളക്ടർ ഓർ കളക്ടർ ബേസ് ജംഗ്ഷൻ ദാറ്റ് ഈസ് റിവേഴ്സ് ബയാസ്. അത് എഴുതിയാൽ തന്നെ ഒരു മാർക്ക് കിട്ടും. സോ എമിറ്റർ ബേസ് ജംഗ്ഷൻ is forward bias and collector base junction that is in reverse bias. ഇനി ഞാൻ പറയാണ്, the electron flow from the ഇത് ബാറ്ററി അല്ലേ? ബാറ്ററി V എന്ന് എഴുതാം. V of ബേസും എമിറ്ററും തന്നെ അല്ലേ? അല്ലെ എമിറ്ററും ബേസ്. അപ്പൊ VEB എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ ഇതിനെ എന്നാ എഴുതും? VCB. ശരിയല്ലേ? വോൾട്ടേജ് അറ്റ് എമിറ്റർ ബേസ് ജംഗ്ഷൻ. ഇത് ഈ ലൂപ്പ്. ഇതോ വോൾട്ടേജ് അറ്റ് കളക്ടർ ബേസ്. സോ VCB ആൻഡ് VEB. അത് മനസ്സിലായല്ലോ? ഇനി ഇവിടുന്ന് ഞാൻ പറഞ്ഞ പോലെ ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയി. ഇനി നോക്കിക്കോണം, ഇലക്ട്രോണിന്റെ പാത്ത് ഞാൻ വരയ്ക്കാൻ പോവാണ്.
ഈ ഇലക്ട്രോൺ ഇവിടെ വരുമ്പോൾ ഇങ്ങ് തള്ളി വിടും അല്ലേ, ഇങ്ങ് തള്ളി വിടും. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇവിടെ ഒരു സ്മോൾ ഡിപ്ലീഷൻ റീജിയൻ ഒക്കെ കാണും, ഇവിടെ കാണാം, ജംഗ്ഷൻ ഉള്ളിടത്തെല്ലാം കാണാം, ഇവിടെ കാണാം. ഈ വരുന്ന ഇലക്ട്രോൺ ഇവിടെ വന്നിട്ട് എന്നാ പറ്റും, ഹോളുമായിട്ട് റീകമ്പോയിൻ ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റെപ്പായിട്ട് എങ്ങനെ വർക്കിംഗ് എഴുതി വരാൻ പറ്റും? ആദ്യം ബൈ വി ഇ ബി അപ്ലൈ ചെയ്യുമ്പോൾ ദ ഇലക്ട്രോൺസ് ഫ്ലോ ടു ദ എമിറ്റർ അല്ലേ, എമിറ്ററിലോട്ട് പോകും. ആൻഡ് ഇലക്ട്രോൺസ് മൂവ് ടുവേഡ്സ് ബേസ്. ശരിയല്ലേ? റെസ്പോണ്ട് ചെയ്യും. ഇവിടുന്ന് 6 പോയി കഴിഞ്ഞാൽ ഇവിടെ 4 ഉള്ള എന്നാ പറ്റും? ആ 4 ആയിട്ട് അവൻ എന്നാ ചെയ്യും? അറ്റ് ബേസ് റീജിയൻ, അറ്റ് ബേസ് ദിസ് ഇലക്ട്രോൺ ആൻഡ് ഹോൾസ് ആർ എന്നാ ചെയ്യും? റീകമ്പൈൻഡ് അല്ലെ, ജോയിൻ ചെയ്യും അല്ലെ, റീജോയിൻഡ് ഓർ റീകമ്പൈൻഡ് ചെയ്യും. എന്നിട്ട് അത് ന്യൂട്രലായി പോകും, ന്യൂട്രലൈസ്ഡ്. പിന്നെ എന്നാ പറ്റും? മിച്ചമുള്ള ഇലക്ട്രോൺ, ഇവിടെ ഹൈ പോസിറ്റീവ് ചാർജ് അല്ലേ, മിച്ചമുള്ള ഇലക്ട്രോൺ എന്നാ പറ്റും? അവിടുന്ന് ആ ചുവന്ന വരയാണ് ഇലക്ട്രോണിന്റെ ഭാഗത്ത് വരച്ചേക്കുന്നത്. ഇവിടുന്ന് ഇതിലൂടെ ഇറങ്ങി, ഇതിലൂടെ ഇറങ്ങി, ഇതിലൂടെ ഇറങ്ങി ഇവിടെ വരും. കണ്ടോ എന്നാ സിമ്പിളാന്ന് നോക്കി, മനസ്സിലായോ? അപ്പൊ പിന്നെ അത് അടുത്ത സെന്റൻസ് ആയിട്ട് എഴുതണം. അവിടെ വന്നു കഴിയുമ്പോൾ പിന്നെ എന്നാ പറ്റും? ഡ്യൂ ടു ഹൈ VCB these electrons move towards collector and finally എവിടെ എത്തും? reaches to VCB. ഇവിടെ എത്തിയില്ലേ? അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണല്ലോ, ഇലക്ട്രോണിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. ഇവിടുത്തെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? കറണ്ട് ഇങ്ങോട്ടായിരിക്കും. ഇതിലേക്ക് ഇപ്പൊ കറണ്ട് പോയി ഇങ്ങനെ പോയി ഇതിലേ ഇറങ്ങി ഇങ്ങോട്ടാണ് കറണ്ട് വരുന്നത് കേട്ടോ. അപ്പം ടോട്ടൽ കറണ്ട് സ്റ്റോർ ചെയ്യുന്ന എവിടെയായിരിക്കും? IEയിലായിരിക്കും. മനസ്സിലായോ? അതവിടെ നിൽക്കട്ടെ, ഇതും കൂടെ ഞാൻ പറഞ്ഞിട്ട് പോവാം. ബേസിന്റെ അവിടെ എന്ത് സംഭവിക്കും? ബേസിന്റെ അവിടെ ഇവിടെ പോസിറ്റീവ് ചാർജ് അല്ലേ, പോസിറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങോട്ട് പോകും അല്ലേ. പോസിറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹോളാണ്, അതിനെ തള്ളി അങ്ങോട്ട് വിടും. ഇലക്ട്രോണിന്റെ ഡയറക്ഷനിലാണ്, ഇലക്ട്രോണിനാണ് ഒഴുകുന്നതെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് കറണ്ട് എങ്കിൽ, ഹോൾ ആണെങ്കിൽ അതിന്റെ സെയിം ഡയറക്ഷനിലായിരിക്കും കറണ്ട്. അപ്പൊ ഇവിടുത്തെ കറണ്ട് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ട് തന്നെയായിരിക്കും, മുകളിലോട്ട് തന്നെ. ഓക്കെ, അതൊന്നുകൂടെ എഴുതാം പോയിന്റ് ആയിട്ട്, അത് നമുക്ക് വർക്കിങ്ങിൽ എഴുതാം. ബൈ VEB the holes are moved to base junction and a current IB എന്ന് വേണം എഴുതാലോ, ഹോളിന്റെ കറണ്ട്. a current IB produce to the direction of base. ശരിയല്ലേ? പടം മുഴുവൻ മനസ്സിലായോ? പടത്തില് റെഡ് ലൈൻ എന്ന് പറയുന്നത് മോഷൻ ഓഫ് ഇലക്ട്രോൺസ്, ഇനി യെല്ലോ ലൈൻസ് എന്ന് പറയുന്നത് മോഷൻ ഓഫ് ഹോൾസ്. ഇതിനൊക്കെ വരച്ച് വൃത്തിയായിട്ട് എഴുതി കഴിഞ്ഞാൽ ഭയങ്കര പെർഫെക്ഷൻ ആയിരിക്കും ആൻസർ. നീല ലൈൻ എന്നായിരുന്നു? ഫ്ലോ ഓഫ് കറണ്ടിന്റെ ഡയറക്ഷൻ. ഇങ്ങനെയാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ ടോട്ടൽ കറണ്ട് അവസാനം കമ്പൈൻ ചെയ്ത് തന്നെ എവിടെയാണ്? ഇത് ഇങ്ങോട്ട് കയറി വന്നാൽ ഇങ്ങോട്ട് ഒഴുകും അല്ലെ, കറണ്ട് ഇങ്ങോട്ടല്ലേ വന്നെ, ഇതും ഇതിലേ കയറി ഇങ്ങ് വരും. സോ ദ ടോട്ടൽ കറണ്ട് IE ഈസ് ഈക്വൽ ടു IB പ്ലസ് IC. ഇതാണ് പ്രോബ്ലം ചെയ്യാൻ നമുക്ക് വേണ്ട ഇക്വേഷൻ. ദ ടോട്ടൽ കറണ്ട് IE ഈസ് ഈക്വൽ ടു IB പ്ലസ് IC. അത് ഈ ഡയറക്ഷൻ വെച്ച്, കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ വെച്ചാണ് ഞാൻ പറഞ്ഞത്.
ഇവിടെ IB എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. IB അപ്രോക്സിമേറ്റ്ലി 5% ഉള്ളൂ. ഓക്കെ, അപ്പൊ വേണേ നമുക്ക് എഴുതാം IE അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IC എന്ന് എഴുതാം. ആക്ച്വലി ദിസ് ഈസ് ദ വർക്കിംഗ്, ദ ബേസിക് വർക്കിംഗ്, ദ സിംപ്ലിഫൈഡ്, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാവുന്ന വർക്കിംഗ് ഓഫ് എ ട്രാൻസിസ്റ്റർ, ഓഫ് ആൻ NPN ട്രാൻസിസ്റ്റർ. ഇനി PNP ചോദിച്ചാൽ ഇത് തന്നെ തിരിച്ച് ഹോളും ഇവിടെ ഹോളും ഇവിടെ ഇലക്ട്രോൺ ഇവിടെ ഹോളും വരച്ചിട്ട് ഇതുപോലെ തലതിരിച്ച് എഴുതി വരച്ചാൽ മതി. എപ്പോഴും ഇത് ഫോർവേഡ് ബയാസ് ആയിരിക്കണം, ഇത് റിവേഴ്സ് ബയാസ് ആയിരിക്കണം. ഇത് എത്ര ബാറ്ററി ആണോ അതിൽ കൂടുതലായിരിക്കണം ഇത്. ഡോപ്പിങ്ങിൽ ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡോപ്പിംഗ്, അതിൽ ഏറ്റവും കുറവ് ഇവിടെ ആയിരിക്കും, ഇതിനേക്കാൾ കുറവായിരിക്കണം ഇത്. അപ്പൊ കറണ്ട് ആദ്യം ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ എല്ലാം വരച്ച് വൃത്തിയായിട്ട് ഈ ഫിഗർ തന്നെ വരച്ചാൽ നോക്കുന്ന ടീച്ചറിനെല്ലാം മനസ്സിലാവൂലേ. ഇപ്പം മീട്ടൂന് ഇത് മുഴുവൻ മനസ്സിലാകുന്നില്ലേ? ഇവിടുന്ന് ഇലക്ട്രോണിനെ അങ്ങ് തള്ളി വിട്ട് ചുവന്ന വര ഇലക്ട്രോൺ കണ്ടോ, ഇലക്ട്രോൺ തള്ളി വിട്ട് അത് ഇവിടെ വന്ന് മിച്ചം ഹോൾസ് ആയിട്ട് റീകമ്പൈൻ ചെയ്ത് മിച്ചമുള്ള ഇലക്ട്രോൺ ഇതോടെ കടന്ന് ഇങ്ങ് പോന്നു. ഇവിടെ ഹൈ വോൾട്ടേജ് കൊടുത്തിരിക്കുന്ന വലിച്ചിങ് എടുത്തോളും. അപ്പൊ ഉണ്ടാകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഇവിടുന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ കയറി ഇങ്ങനെ വരും. So the total current is collected in the emitter region. IE is equal to IB plus IC. അതായത് നമുക്കിപ്പോ പറയാം എമിറ്റർ ഉണ്ട്, കളക്ടർ ഉണ്ട്, ബേസ് ഉണ്ട്. എമിറ്റർ നമ്മൾ കോമൺ ആക്കിയാൽ ദാറ്റ് ഈസ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ. കളക്ടറിനെ നമ്മൾ കോമൺ ആക്കി സെൻട്രൽ റീജിയൻ ആക്കിയാൽ ദാറ്റ് ഈസ് കോമൺ കളക്ടർ ആംപ്ലിഫയർ. ബേസിനെ നമ്മൾ കോമൺ ആക്കി സെൻട്രൽ റീജിയൻ ആക്കി വെച്ച് ഒരു ആംപ്ലിഫയർ ഉണ്ടായി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോമൺ ബേസ് ആംപ്ലിഫയർ. ഇൻ വിച്ച് ഒരു ചോദ്യയുടെ സിമ്പിൾ ആയിട്ട് പാട്ടി ചോദിക്കാന്ന് ചോദിച്ചാണ് ഏത് ആംപ്ലിഫയർ ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഫോർ ദ പ്രാക്ടിക്കൽ പർപ്പസസ് we are using common emitter amplifier. Because of that, common amplifier has high current gain and high power gain. ഏറ്റവും കൂടുതൽ കറണ്ട് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഹൈ പവർ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് അല്ലേ. ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the value of output by input. കൊടുക്കുന്ന ഇൻപുട്ടിനെ മുഴുവൻ ഒരു വളരെ ചെറിയ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ആംപ്ലിഫൈ എടുത്തോളും, അത് അവിടെ നിൽക്കട്ടെ. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് കൂടുതലാന്ന് പറയുമ്പോൾ അവിടെ ഗെയിൻ കൂടുതലാണ്. പവർ ആണെങ്കിലും കറണ്ട് ആണെങ്കിലും ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കോമൺ എമിറ്റർ ആംപ്ലിഫയറിലാണ്. സോ വൈഡ്ലി വി ആർ യൂസിങ് common emitter amplifier as the for the practical purposes. So അതിനുശേഷം അപ്പം കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ ഫിഗർ പഠിക്കണം. ആ ഫിഗർ തെറ്റിച്ചൊക്കെ തരും, അതിനെ ശരിയാക്കാനായിരിക്കും ചിലപ്പോൾ ആദ്യം ചോദിക്കുന്നത്. എന്നിട്ട് അതിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ചോദിക്കും. കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്നാ ഫിഗർ വരയ്ക്കണ്ട, ശ്രദ്ധിച്ചിരുന്നാ മതി. നാളെ നോക്കി സ്ട്രെയിൻ ചെയ്യുക, ഒത്തിരി സ്ട്രെയിൻ ചെയ്യേണ്ടതാണ്. ഇപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ കൊടുത്തു. പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ ഒരു ഇൻപുട്ട്, എൻ്റെ ഇൻപുട്ട് സിഗ്നൽ ഇതാണ്. സോ ദാറ്റ് ഈസ് RI ഇൻപുട്ട്. സോ ഞാൻ ഈ പറയുന്ന വോൾട്ടേജിന് ഇതിനെ അക്രോസ് ആയിട്ട് മെഷർ ചെയ്യാമല്ലോ. ഇവിടെ ഒരു വോൾട്ട് മീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ സോ ദാറ്റ് ഈസ് വോൾട്ട് മീറ്റർ പറഞ്ഞുതരാം. അത് VBE. then that circuit അത്രയും ക്ലോസ് ആയി. ഇനി അവിടുന്ന് വരുന്ന വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഈ ഫിയർ കണക്റ്റഡ് എ ഗാൽവനോമീറ്റർ ഹിയർ, ആ ഗാൽവനോമീറ്ററിന് ഒരു ഡിഫ്ലക്ഷൻ കിട്ടും. ഇനി അവിടുന്ന് കടന്ന് നമ്മളുടെ ഇൻപുട്ട് വന്നു കഴിയുമ്പം കോമൺ എമിറ്ററാണ് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ ബേസ് കൊടുത്തു, ഇങ്ങോട്ട് കളക്ടർ കൊടുത്തു, ഇങ്ങോട്ട് എമിറ്റർ കൊടുത്തു.
NBN ആണെങ്കിൽ പുറത്തേക്ക് ആരോ, ഇവിടെ ഒരു സർക്കിൾ വരും. അപ്പൊ ഇത് ബേസ്, ഇത് കളക്ടർ, ഇത് എമിറ്റർ. ഇവിടെ വേണം ആരോ വരയ്ക്കാൻ. അപ്പൊ ദിസ് ഈസ് കോമൺ. അപ്പൊ ഇത് ഇങ്ങോട്ടും വേണം, ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോകും. ശരിയല്ലേ? അപ്പൊ ഇതുപോലെ തന്നെ ഈ ഗാൽവനോമീറ്റർ ഒന്നും വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെയും കറണ്ട് വരുന്നുള്ളതിന് അറിയാൻ വേണ്ടി ഒരു ഡിഫ്ലക്ഷൻ കാണിക്കുക ഒരു ഗാൽവനോമീറ്റർ. നമുക്ക് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എടുക്കാൻ വേണ്ടി ഒരു R ഔട്ട്പുട്ട്. പിന്നെ ഇവിടെ ഇപ്പം NPN അല്ലേ? ദിസ് ഈസ് NPN. സോ ഇവിടെ നമ്മൾ എന്നാ ചെയ്യണം? റിവേഴ്സ് ബയസ്. അപ്പൊ പോസിറ്റീവ് ഇവിടെ കൊടുത്ത് ഇങ്ങനെ കൊടുക്കും. ഇത്രയേ ഉള്ളൂ എന്തിന്റെ? ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട്. ഇനി ഇതിനകത്ത് ചോദിക്കാവുന്ന കുറെ ചോദ്യമുണ്ട്. ആദ്യത്തെ ചോദ്യമാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്നാ? ചുമ്മാ അല്ല. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VI ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക്സ്. എങ്ങനെയാണ്? VI ഗ്രാഫ്. വോൾട്ടേജ് വേഴ്സസ് കറണ്ട് വരയ്ക്കണം. ഇൻപുട്ടിലെ വോൾട്ടേജ് വേഴ്സസ് കറണ്ട് ആണ് വരയ്ക്കുന്നത്. അപ്പൊ ഇത് ഇൻപുട്ടിലെ വോൾട്ടേജ് VI. അപ്പൊ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് ഏതാണ്? VBE അല്ലേ? ഇവിടെ കിടപ്പുണ്ട് VBE ഇൻപുട്ടിൽ കൊടുത്തു. അവിടെ കിട്ടുന്ന കറണ്ട് ഇവിടെ പറയണ ഇതിനകത്ത് ഞാൻ മെഷർ ചെയ്തില്ല. ഗാൽവനോമീറ്ററിനോട് ഇതിലെ വരുന്ന കറണ്ട് IB, ഇതിലെ വരുന്ന കറണ്ട് IC, ഇതിലെ വരുന്ന കറണ്ട് എമിറ്ററിലെ കറണ്ട് IE. അപ്പൊ ഇൻപുട്ടിലെ കറണ്ട് ഏതായിരിക്കും? എപ്പോഴും IB ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യം ഒരു ചെറിയ വോൾട്ടേജ് കൊടുത്തു, ഒന്നും സംഭവിച്ചില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് വരെ ഇങ്ങ് വന്നേച്ച് പെട്ടെന്നൊരു ഇൻക്രീസ് ഉണ്ടാകും. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ഡിപ്ലീഷൻ റീജിയനെ എപ്പോൾ ഓവർകം ചെയ്യുന്നോ അപ്പം ഒരു ഇൻക്രീസ് ഉണ്ടാകും. അപ്പൊ ഈ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കണം. VI ഇൻപുട്ടിന്റെ ബാറ്ററിയും ഇൻപുട്ടിന്റെ കറണ്ടും ഏതാന്ന് നോക്കിയിട്ട് ഇൻപുട്ട് ഈ വശം അല്ലെ ഇൻപുട്ട്. VB ഇവിടെ വരയ്ക്കണം, IB ഇവിടെ വരയ്ക്കണം. ദിസ് ഈസ് ദ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മളന്ന് പറഞ്ഞില്ലായിരുന്നോ ഒരു വോൾട്ടേജിന്റെ കാര്യം? ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ ബ്രേക്ക് ഡൗൺ നടന്നിട്ട് ഷാർപ്പായിട്ടൊരു ഇൻക്രീസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ദ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഇതിന്റെ എക്സ് ആക്സിസ് ബൈ വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? സ്ലോപ്പ്. അല്ലെ ഞാൻ തലതിരിച്ച് സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ അതതിന്റെ റെസിസ്റ്റൻസ് അല്ലേ? അത് അതിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് RI അല്ലേ? R എന്ന് പറഞ്ഞാൽ V/I. ഇവിടുത്തെ V ഏതാണ്? VBE ഡിവൈഡഡ് ബൈ IB. ശരിയല്ലേ? സോ ദാറ്റ് ഈസ് ദ ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഇനി അത് മെഷർ ചെയ്യണമെങ്കിൽ ഈ വശം മാത്രം മെഷർ ചെയ്യണമെങ്കിൽ ഔട്ട്പുട്ട് വാല്യൂവിന് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തണം. അപ്പൊ ഇവിടുത്തെ ഏതാ ഇത് ഏതായിരിക്കും? VEC അല്ലേ ഇത്? അല്ലെങ്കിൽ VCE എന്ന് വേണം എഴുതാം, കളക്ടർ എമിറ്റർ ജംഗ്ഷൻ. അപ്പം അതിനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തണം. അറ്റ് കോൺസ്റ്റന്റ് VCE എഴുതുന്ന എങ്ങനെയാന്ന് മനസ്സിലായോ? വളരെ എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. കൃത്യമായിട്ട് കിട്ടിയില്ലേ? നൗ ഇതുപോലെ തന്നെ വീട്ടിൽ ചുമ്മാ ചിന്തിച്ചാൽ മതി, എൻ്റെ ഒപ്പം പോന്നാൽ മതി. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ വരയ്ക്കാൻ പോകും. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്നാണ്? VI ഗ്രാഫ് ആണ് ക്യാരക്ടറിസ്റ്റിക്സ്. ഔട്ട്പുട്ടിലെ വോൾട്ടേജ് ഏതാണ്? ഇവിടുത്തെ വോൾട്ടേജ് ഏതാണ് അപ്ലൈ ചെയ്യേണ്ടത്? എക്സ് ആക്സിൽ VCE. കണ്ടോ? ഇത് ഇത്രയേ ഉള്ളെന്ന്. ഇത് വളരെ എളുപ്പമാണ്. നിങ്ങൾ അറിയത്തില്ല ഇത് ഏതാ എങ്ങനെ വന്നേന്നൊക്കെ ആലോചിക്കുന്നോണ്ടാ. ഇവിടുത്തെ കറണ്ട് ഏതാണ്?
ഐ ആണോടോ? ഈ കോമൺ ആയതുകൊണ്ടല്ലേ ഇവിടെ എഴുതാഞ്ഞത്. ഇവിടെ ഏതാ പിന്നെ കറണ്ട് കിട്ടുന്നത് നമുക്ക്? ഐ സി. ഇതിന്റെ ഗ്രാഫ് ഇപ്പൊ വരച്ച ഗ്രാഫിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കും. ദാ ഇങ്ങനെ ഇങ്ങനെ പല പല വാല്യൂ. മനസ്സിലായോ? അപ്പോൾ ഒരു ഷാർപ്പ് വാല്യൂ ചെന്ന് കഴിയുമ്പോൾ ഒരു ഇൻക്രീസ് ഉണ്ടാവൂലതാ ഈ പോയിന്റ്. അതിനെയാണ് ഇവിടെ നമ്മളുടെ ട്രാൻസിസ്റ്ററിന്റെ കേസിൽ നമ്മൾ നീ പോയിന്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു നീ വോൾട്ടേജ് ഒക്കെ പറഞ്ഞായിരുന്നു, അതുപോലെ. അതിനുശേഷം എന്താ ഇങ്ങോട്ട് കിട്ടും അല്ലേ? ഇങ്ങോട്ട് കിട്ടും. ആ ഇങ്ങനെ ചെരിഞ്ഞു വരുന്ന ഈ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് റീജിയൻ. ഇതൊക്കെയാണ് വരയ്ക്കാൻ ചോദിക്കുന്നത്. പിന്നെ നോക്കിയേ, ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതൊരു കോൺസ്റ്റന്റ് ആയി മാറിയല്ലേ, സ്ട്രെയിറ്റ് ലൈൻ ആയിപ്പോയി. അപ്പൊ അതെന്നാ പറ്റി? സാച്ചുറേഷൻ റീജിയൻ. മനസ്സിലായില്ലേ? ഇനി അതിന്റെ ആർ ഔട്ട്പുട്ട് എടുക്കണം എന്ന് വെക്കുക. ആർ ഔട്ട്പുട്ട് എടുക്കണം ഏതിനെ ഏതുകൊണ്ട് ഹരിക്കണം? ആർ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു ഇത് വോൾട്ടേജ് ബൈ കറണ്ട്, വി സി ഇ ബൈ ഐ സി അറ്റ് കോൺസ്റ്റന്റ് അപ്പുറത്ത് വശം. ഇൻപുട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തണം. ഏതാണ് കോൺസ്റ്റന്റ്? വി ബി ഇ. ഇതാണോ മീട്ടൂന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു? എന്താ എളുപ്പം നോക്കി ഉണ്ടോ? അപ്പം വി സി കൊടുക്കുമ്പം ഐ സിക്ക് ഒരു ഇൻക്രീസ് ഉണ്ടാകുന്ന ഈ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് റീജിയൻ. അത് ചോദിക്കും, ഈ എവിടുന്നാണോ ഇൻക്രീസ് ഉണ്ടാകുന്ന ആ വോൾട്ടേജ്, ആ പർട്ടിക്കുലർ വോൾട്ടേജ്, ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് നീ വോൾട്ടേജ്. പക്ഷെ ഒരു പരിധി കൂടുതൽ വോൾട്ടേജ് കൊടുത്താൽ എല്ലാ ഇലക്ട്രോണും പോയി ഇങ്ങ് തീർന്നു. ആ റീജിയൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ റീജിയൻ. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന രണ്ട് കാര്യം, ഒന്ന് നമുക്ക് കണ്ടുപിടിക്കാം ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. അതും വേണേ പരീക്ഷയ്ക്ക് ചോദിക്കാം. ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് ഹെഡിങ്. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്നാ? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് കറണ്ട് അല്ലേ? ഇപ്പൊ എഴുതിയ സാധനം തന്നെ. സോ ആർ ഒ ഈസ് ഈക്വൽ ടു വി സി ഇ divided by IC at constant VBE. ശരിയല്ലേ? That is the output resistance. ഇനി കോമൺ ബേസ്, കോമൺ കളക്ടർ, കോമൺ എമിറ്റർ എന്ന് പറയുമ്പം ഓരോന്നിനും നമ്മൾ 3 ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ പറയും: ആൽഫ, ബീറ്റ, ഗാമ. കോമൺ എമിറ്ററിന്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത് ആൽഫ കൊണ്ടാണ്. ഓക്കെ. ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത് ബീറ്റ കൊണ്ടാണ്. അതായത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഇതെല്ലാം ഒരു കളറായിട്ടിരിക്കുന്നത്, വേറെ കളറില്ലേ? ബീറ്റ. ഓക്കെ. അപ്പം ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട് ആണ് ഏത്? ആംപ്ലിഫിക്കേഷൻ എത്ര നടന്നു എന്ന് ഞാൻ പറഞ്ഞ മുമ്പേ ഓർക്കുന്നില്ല. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് കണ്ടോ, ഗെയിൻ എത്രയുണ്ടെന്ന്. അപ്പം ഗെയിൻ എത്രയാന്ന് ചോദിക്കാം. കറണ്ട് ഗെയിൻ ഓർ ആംപ്ലിഫിക്കേഷൻ എത്ര നടന്നു. ആംപ്ലിഫിക്കേഷൻ that is equal to beta, that is equal to ഔട്ട്പുട്ട് കറണ്ട് എത്രയാണ്? IC അല്ലേ? ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് ഏതാണ്? പറ. ഈ കോമൺ അല്ലേടോ, IB. എടോ ഇത് ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട്, ഇത് കോമൺ. അതുകൊണ്ടാണ് കോമൺ എമിറ്റർ ആയത്. പടം മാത്രമേ എല്ലാത്തിലും മാറുള്ളൂ. ദിസ് ഈസ് ഇൻപുട്ട്, ദിസ് ഈസ് ഔട്ട്പുട്ട്, ദിസ് ഈസ് കോമൺ. സോ ഇൻപുട്ട് കറണ്ട്, ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് കറണ്ട് എത്രയാണ്? IC ബൈ IB. ഇനി പല പ്രാവശ്യം റീഡിങ് എടുത്ത് നോക്കാൻ വേണ്ടി ഞാൻ വ്യത്യാസം കാണിക്കാൻ വേണ്ടി ഡെൽറ്റ IC ബൈ ഡെൽറ്റ IB എന്ന് എനിക്ക് എഴുതാലോ.
അപ്പൊ ഇത് ഔട്ട്പുട്ട് കറണ്ട് അല്ലേ നമ്മൾ മെഷർ ചെയ്യുന്ന വ്യത്യാസം വരുന്നത്. സോ വേണമെങ്കിൽ ഇത് ഇൻപുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ് കൊടുത്തേക്കുക. ഗെറ്റ് കോൺസ്റ്റന്റ് വി ബി ഇ. ദാറ്റ്സ് ഓൾ. അല്ലെങ്കിൽ വി സി ഔട്ട്പുട്ട് അല്ലേ മെഷർ ചെയ്യുന്നത്. സോ വി സി സോറി ഔട്ട്പുട്ട് വോൾട്ടേജ് കൊടുക്കണം കേട്ടോ. അവിടെ മാത്രം തിരിച്ചൊരു വ്യത്യാസം വരും. വി സി ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കൊടുക്കണം. ഇതുകൊണ്ട് ഇതാ ഒരു വലിയ ഹെഡിങ് തീർന്നു. ഒരു ആംപ്ലിഫയർ എന്നാന്ന് വരയ്ക്കുക. ആംപ്ലിഫയർ വരയ്ക്കുമ്പം ബേസ് എൻ പി എൻ അല്ലേ. എൻ പി എന്ന് പറയുമ്പം ഇവിടെ അത് ഏതാണ്? ഹോളാ അല്ലേ. എൻ പി എന്ന് പറയുമ്പം ബേസിൽ ഏതാണ്? ഹോള്. എമിറ്ററിൽ ഏതാണ്? ഇലക്ട്രോൺസ്. അതിനേക്കാളും കുറച്ച് ഇലക്ട്രോണേ എവിടെയുള്ളൂ? കളക്ടറിലുള്ളൂ. മുമ്പേ വരച്ച പടം ഒന്നുകൂടെ ഓർത്തെടുക്കണം. ഓക്കെ. അപ്പൊ ബേസിനെ തള്ളി വിടണമെങ്കിൽ ഇവിടെ പോസിറ്റീവ് കൊടുക്കണം. അപ്പൊ ഇത് ഫോർവേഡ് ബയാസ്. ഇനി ഇതിലേ വരുന്ന ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കളക്ട് ചെയ്യണമെങ്കിൽ ഇത് എങ്ങോട്ടായിരിക്കും? ദിസ് ഈസ് റിവേഴ്സ് ബയാസ്. ഇതല്ലേ നമ്മൾ മുമ്പേ പറഞ്ഞത്. ഇൻപുട്ട് എങ്ങനെയായിരിക്കും? ഫോർവേഡ് ബയാസിലായിരിക്കും. ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? റിവേഴ്സ് ബയാസിലായിരിക്കും ഔട്ട്പുട്ട്. അങ്ങനെ നമ്മൾ കൊടുത്തിട്ട് ഇൻപുട്ട് മാത്രം എടുത്ത് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക് വരയ്ക്കാൻ വേണ്ടി ഇൻപുട്ടിന്റെ വി വേഴ്സസ് ഐ. ഇതാ ഇത് ഇൻപുട്ട്. ഇത് കോമൺ ആ, ഇതെങ്ങും വരികയില്ല. അപ്പൊ വി എടുക്കുന്നു, ഐ എടുക്കുന്നു. ഐ വൈ ആക്സിലും വി എക്സ് ആക്സിലും വരയ്ക്കുമ്പം ഒരു ഷാർപ്പ് ഇൻക്രീസ് ഉണ്ടാവും. അതാണ് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ്. അതിന്റെ വി ബൈ ഐ ഏത്? വി ബി ഡിവൈഡഡ് ബൈ ഐ ബി അറ്റ് കോൺസ്റ്റന്റ് ഇപ്പുറത്തെ വാല്യൂ അറ്റ് കോൺസ്റ്റന്റ് വി സി. ദാറ്റ് ഈസ് ദ ഇൻപുട്ട് റെസിസ്റ്റൻസ്. തിരിച്ച് ഔട്ട്പുട്ടിന്റെ കേസ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്യാൻ വേണ്ടി ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ്. അതിന്റെ ഗ്രാഫ് വരയ്ക്കണം. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വി ഐ ഗ്രാഫിനെയാണ് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം പരീക്ഷയ്ക്ക് വെച്ചാലും എഴുതിക്കണം. അപ്പൊ അവിടുത്തെ ആ റോ എന്ന് പറയുന്നത് അവിടുത്തെ വോൾട്ടേജ് ഡിവൈഡ് ബൈ അവിടുത്തെ കറണ്ട്. അപ്പൊ വി സി ഇ ബൈ ഐ സി. ഇപ്പുറത്തത് കോൺസ്റ്റന്റ് ആവും. വി ബി ഇ കോൺസ്റ്റന്റ് ആവും. ഇനി കോമൺ എമിറ്ററിന്റെ ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഓർ ഗെയിൻ എത്രയാന്ന് ചോദിച്ചാൽ ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. ഐ സി ബൈ ഐ ബി ഓർ ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി. ഇത് ഔട്ട്പുട്ട് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഈ വാല്യൂവിനെയാണ് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്നത് കേട്ടോ. അല്ലെ വീണ്ടും വീണ്ടും ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. സോ അറ്റ് കോൺസ്റ്റന്റ് വി സി ഇ. മനസ്സിലായോ മീട്ടു? ഇവിടെ ഹോൾസ് അല്ലേ ഇങ്ങോട്ട് പോണേ, ബേസ് റീജിയൻ. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ബേസ് ഹോൾസിന്റെ അതേ റീജിയനിലായിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പൊ ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ വേണം ഇങ്ങോട്ട് വരയ്ക്കാൻ അല്ലേ. ഇവിടെ വന്നു കഴിയുമ്പോ നോക്കിയേ, ഇലക്ട്രോൺ ഇത് നെഗറ്റീവ്. അപ്പൊ ഇലക്ട്രോൺ ഇങ്ങോട്ട് തള്ളിവിടും. അപ്പൊ കറണ്ട് തിരിച്ച് താഴത്തേക്ക് വരും. അതും കൂടെ ഞാൻ വരയ്ക്കാൻ ചോദിച്ചു. താഴേക്ക് വരും. ഇവിടെ എന്നാ പറ്റും? കളക്ടർ ഇങ്ങോട്ട് വലിക്കുമല്ലേ, പോസിറ്റീവ് ഇവിടെയാണ്. അപ്പൊ ഇലക്ട്രോൺസിന് ഇങ്ങോട്ട് വലിക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എങ്ങോട്ടാണ്? ഇങ്ങോട്ട്. ദാറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഇതിനെ വേണേ ഐ ബി എന്ന് എഴുതാം. എഴുതിയിട്ടുണ്ട് ഓൾറെഡി. ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഐ ഇ. ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഐ സി. ഇവിടുത്തെ ഇക്വേഷൻ ഒന്ന് തന്നെ. ഫൈനലി ഐ സി ആണ്. ഐ സി ഈക്വൽ ടു ഐ ഇ പ്ലസ് ഐ ബി ഐ. ഓക്കെ. സോ ദ ടോട്ടൽ കറണ്ട് കാണാൻ എപ്പോഴും എങ്ങനെയാണ്? ഐ സി ഈക്വൽ ടു ഐ ബി ഐ ഇ പ്ലസ് ഐ ബി. കറണ്ടിന്റെ ഡയറക്ഷൻ മനസ്സിലായല്ലോ. ഇവിടെ ഹോളാണ് വരച്ചിട്ടിരിക്കുന്നത്. പി ആയതുകൊണ്ട് ഇവിടെ ഇലക്ട്രോൺസ് ആണ് വരച്ചിരിക്കുന്നത്. എമിറ്ററിലാണ് കൂടുതൽ ഡോപ്പിംഗ് നമുക്കറിയാം. അപ്പോൾ ഒരു 6 വരച്ചു. ഡോപ്പിംഗ് കുറവായതുകൊണ്ടെന്ന് പറഞ്ഞ കാരണം ഒരു 4 മാത്രം വരച്ചു. ഒരു സ്ക്രീൻഷോട്ട് എടുത്തു.